Good morning, all. Welcome, Morning. everyone. സുപ്രഭാതം. Good morning. ഇന്ന് നമ്മുടെ 6th ഡേ ആണല്ലേ ജേർണിയില്. ഇന്ന് ശനിയാഴ്ച 3rd May 2025. അപ്പം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും സയൻസ് നയിക്കുന്ന മിറക്കിൾ മോർണിംഗ് ട്രാവലിൽ നമ്മളെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ്. ഞാൻ അൻമോൾ ജോർജ്. ഞാൻ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഇവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 4 മാസം 2025 പിന്നിട്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ചുറ്റിനും ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പം നമുക്കെല്ലാവർക്കും കുറച്ച് സമയം കണ്ണടച്ച് ഒരു ചെറിയൊരു ട്രിപ്പ് ത്രൂ എ പാർക്ക്. എല്ലാവർക്കും കണ്ണടയ്ക്കാം. വളരെ ശാന്തവും മനോഹരവുമായ ഒരു പാർക്കിലൂടെ നടക്കുകയാണ്. ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ശരീരത്തെ തൊട്ട് തലോടുന്ന ഇളം കാറ്റ്, ഇളം കാറ്റിന്റെ സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങൾ, വർണ്ണാഭമായ പുഷ്പങ്ങളുണ്ട്, കായ്ക്കണികളുണ്ട്, പുഞ്ചിരിച്ചും കഥകൾ പറഞ്ഞും നടക്കുന്ന ആളുകൾ, ആർത്തുല്ലസിച്ച് കളിക്കുന്ന കൊച്ചു കുട്ടികൾ, അവരുടെ മനോഹരമായ ശബ്ദം, കാറ്റിൽ ആടി ഉലയുന്ന വൃക്ഷലതാദികൾ, പുതുമഴയിൽ നനഞ്ഞ മണ്ണിന്റെ നറുമണം. നമ്മുടെ മനസ്സ് ശാന്തമാണ്, നിശബ്ദമാണ്. നമ്മൾ അവിടെയുള്ള ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. ഇനി പതുക്കെ നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഹോൾഡ് 1, 2, 3. എക്സേൽ ത്രൂ ദ മൗത്ത്. വായിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. Again, inhale, hold 1, 2, 3. Exhale through the mouth. Once more, inhale through the nose. Hold 1, 2, 3. Exhale. ശ്വാസം വായിൽ കൂടി പുറത്തേക്ക് വിടാം. ഇത്രയും നേരം നമ്മൾക്ക് ഈ മനോഹരമായ കാഴ്ചകൾ കാണുവാനും ആസ്വദിക്കുവാനും നമ്മളെ സഹായിച്ച പഞ്ചേന്ദ്രിയങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കൈകാലുകൾ, നാഡീവ്യൂഹങ്ങൾ, ആന്തരിക അവയവങ്ങൾ, ഇവയ്ക്കെല്ലാം നന്ദി സമർപ്പിക്കാം. നമ്മുടെ കൈകൾ മെല്ലെ ഉയർത്തി നമ്മെ തന്നെ സെൽഫ് ഹഗ്. എന്നിട്ട് മനസ്സിൽ പറയുക, ഐ ആം സേഫ്, ഐ ആം ഹാപ്പി, ഐ ആം പവർഫുൾ, ഐ ആം സേഫ്, ഐ ആം ഹാപ്പി, ഐ ആം പവർഫുൾ. പതുക്കെ കൈകൾ തിരുമ്മി കണ്ണിൽ, മുഖത്ത്, ശിരസിൽ തലോടാം. കൈകാലുകൾ, ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ തലോടി നമുക്ക് നേരെ ഇരിക്കാം. കണ്ണുകൾ തുറക്കാം. സൂഫി വര്യനായ റൂമി പറയുന്നു, വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നോ അവ നിങ്ങളെയും അന്വേഷിക്കുന്നു. ഈ വേദിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുവാൻ നിമിത്തവും അത് തന്നെയാണ്. ചുറ്റിനും ധാരാളം കാര്യങ്ങൾ നടക്കുന്നു. ജീവിതം വളരെ സ്പീഡിൽ മുന്നോട്ട് പോകുന്നു. ChatGPT, ഇപ്പം നൗഷാദ് മാർജ പോലെ ഒത്തിരി കാര്യങ്ങൾ, ലൈക്ക് വിജ്ഞാന വിസ്ഫോടനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം നടക്കുന്നു. നമ്മൾ പലരും ജീവിക്കുന്നു യന്ത്രങ്ങളായി, ജീവനുള്ള യന്ത്രങ്ങളായി. ചുറ്റിനും മനുഷ്യരുണ്ടെന്നോ അവർക്ക് ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, ഇതൊന്നും നമ്മൾ പലപ്പോഴും കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടെന്ന് നടിക്കുന്നില്ല. പണ്ടൊക്കെ
നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പറയുക, അല്ലെങ്കിൽ കത്തുകളിൽ കൂടി എഴുതുമായിരുന്നു. ഇൻലൻഡ്, എയറോഗ്രാം, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷ നമ്മൾ എഴുത്തുകളിൽ കൂടി വ്യക്തമാക്കുമായിരുന്നു. ഇന്ന് അന്യം നിന്നുപോയ ഒരു കഴിവ്, ഒരു കലയാണ് ലെറ്റർ റൈറ്റിംഗ്. കഴിഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരു ലെറ്റർ റൈറ്റിംഗ് ചലഞ്ച് നടത്തി. അത് ചിലർക്ക് കൗതുകമായിരുന്നു. ലെറ്റർ റൈറ്റിംഗ് ചലഞ്ച് ചിലർക്ക് ഒരു കൗതുകമായിരുന്നു. ബിക്കോസ് പുതിയ കുട്ടികൾ പലരും അത് ചെയ്തിട്ടില്ല. മറ്റു ചിലർക്ക് അവരുടെ പേര് കണ്ടതിൽ സങ്കടം, സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായി. വേറെയും കുറെ ചിലര് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ചിലർക്ക് അത് ആശ്വാസമായിരുന്നു, അവർക്ക് കരുതലിന്റെ ഒരു ഭാഗമായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒപ്പമായിരിക്കുവാൻ ധാരാളം മാർഗങ്ങളുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വോയിസ് മെസ്സേജസ്, ഫോൺ കോൾ, വീഡിയോ കോൾ എല്ലാം ഉണ്ടെങ്കിലും ലോകത്തിൽ നമ്മുടെ ചുറ്റിനും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കുട്ടികൾ, മുതിർന്നവർ, പ്രായം ചെന്നവർ, രോഗികൾ, എല്ലാവരും ഒറ്റപ്പെട്ടു. സംസാരിക്കാൻ നേരമില്ല, സംസാരിക്കുന്നത് കേൾക്കുവാൻ നേരമില്ല, എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയാൻ മേലാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അതിന്റെ ഫലമായിട്ട് ഡിപ്രഷൻ, ആൻസൈറ്റി, പാനിക് അറ്റാക്സ് കൂടി വരികയാണ്. പ്രത്യേകിച്ചും പ്രായം ചെന്നവരെയും നമ്മുടെ കൊച്ചു കുട്ടികളിലും. ഈ മനോഹരമായ തീരത്ത് ഒരു ചെറിയ ആയുസാണ് നമുക്കൊക്കെ ഉള്ളത്. ഞാൻ ഉണ്ട് കൂടെ എന്നൊരു വാക്ക്, ഒരു നോക്ക്, ഒരു കൈത്താങ് മതിയാവും വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ. ആർക്കെങ്കിലും പുഞ്ചിരിക്ക് കാരണമാകുവാൻ നമുക്കൊക്കെ സാധ്യമാവട്ടെ. എന്തെങ്കിലും വോയിസിന് പ്രോബ്ലം ഉണ്ടോ? ഇല്ല, കേൾക്കാം. മനസ്സാവുന്ന കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഭംഗിയില്ലാത്തതായി ഈ ലോകത്തിലൊന്നുമില്ല. ഈ ലോകത്തിൽ തനിച്ചാവാതിരിക്കുക, തനിച്ചാക്കാതിരിക്കുക. 4 ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഹൂ ആം ഐ? ഞാൻ ആരാണ്? വേർ ആം ഐ? ഞാൻ എവിടെയാണ്? വാട്ട് ആം ഐ? ഞാൻ എന്താണ്? ഹൗ ആം ഐ? ഞാൻ എങ്ങനെയാണ്? ഇത് നമ്മുടെ ശാരീരികം, മാനസികം, ആത്മീകം, വൈകാരികമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയും അവയ്ക്ക് ഉത്തരം കണ്ടെത്തുകയും ചെയ്താൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും. അതുമാത്രവുമല്ല, ഈ പ്രപഞ്ചവുമായുള്ള നമ്മുടെ ആഴമായ ബന്ധം, നമ്മൾക്ക് പ്രപഞ്ചത്തോടും നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടുമുള്ള നമ്മുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അനീതിയും അക്രമവും നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒരു മാതൃക നമ്മളുടെ ഈ ഗ്രൂപ്പിൽ കൂടെ ഉണ്ടാക്കണം. ബൃഹത് ഉപനിഷത്തിൽ പറയുന്നത് പോലെ, ബൃഹത് ഉപനിഷത്തിലെ പ്രാർത്ഥന അസത്തോമ സദ്ഗമയ, തമസ്തോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. അനീതിയിൽ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആവട്ടെ നമ്മുടെ എവരുടെയും യാത്ര. അതിന് നമുക്ക് നമ്മുടെ സഹജീവികളോടും നമ്മുടെ കൂടെയുള്ളവരോടും കൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഷൈൻ സർ ആൻഡ് ടീമിന്റെ നേതൃത്വത്തിൽ കോച്ചസ് ആൻഡ് കൗൺസിലേഴ്സ് ആയിട്ട് കുറെ പേർ ഈ ദൗത്യവുമായി മുന്നോട്ട് വരുന്നു. I welcome Shine sir for today's talk and meditation. Thank you all. Have a nice day. താങ്ക് യു അൻമോൾ മാം. എല്ലാവരും സാറിനെ വെൽക്കം താങ്ക് യു. ചെയ്യാവോ? എന്താണ് എല്ലാവരുടെയും എനർജി വൈബ്രേഷൻ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. യെസ്, അപ്പൊ നമ്മള് 100 കഴിഞ്ഞിട്ടുണ്ട്. വെൽക്കം. വെൽക്കം സാർ. വെൽക്കം. ഗുഡ് മോർണിംഗ് സർ. യെസ്, അപ്പോ എല്ലാവരും തന്നെ യെസ് ഗ്രേറ്റ്. Welcome sir. യെസ്, അടിപൊളി. അപ്പൊ അന്ന് ആൻമോൾ മാം പറഞ്ഞത് നമ്മുടെ എന്താണ് ഒരു കൈത്താങ്ങാവുക എന്നുള്ളതിനെ പറ്റിയാണ് ആൻമോൾ മാം പറഞ്ഞത് അല്ലെ? യെസ്, അപ്പോ എല്ലാവർക്കും ഇന്ന് ആരുടെയെങ്കിലും ഒക്കെ നമുക്കൊപ്പമുള്ള, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് ചെറിയൊരു ആശ്വാസം
അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടിരുന്നു ഒരു ഇൻഫ്ലുവൻസർ. അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം രാവിലെ എനിക്കൊരു കോൾ വന്നിരുന്നു, പക്ഷെ ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു സമയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 2-3 മണിക്കൂറിന് ശേഷം തിരികെ വിളിക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്തിരുന്നത് ഒരു പോലീസുകാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ആളെവിടെ, വിളിച്ച ആളെവിടെയെന്ന് ചോദിക്കുമ്പോൾ ആള് ഹാങ് ആയിട്ടുണ്ട്. അപ്പോ ഇയാൾ പറയുന്നുണ്ട്, ചിലപ്പോ ഞാൻ അന്നേരം ഒരു ചെറിയൊരു സംസാരം അവനോട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇന്നും അവൻ ലോകത്തിലുണ്ടായേനെ എന്ന് ആ ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി മനുഷ്യർ അല്ലെ, അവര് എന്തിനൊക്കെയോ വേണ്ടി തേടുന്നുണ്ട്. ചിലപ്പോ നമ്മുടെ ഒരു തോളിൽ തട്ടി സാരില്ല പോട്ടെ എന്നുള്ള ആ ഒരു വേർഡിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഒരു ആത്മവിശ്വാസം കൊടുക്കലിന് വേണ്ടിയാകാം. ഇതിനൊക്കെ കൊതിക്കുന്ന ഒത്തിരി അധികം മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു ചിരി കൊണ്ട് ചിലപ്പോ എന്താവാം, ഒരാൾക്ക് വലിയൊരു ആശ്വാസമാകാം. അപ്പോ ഈ ഒരു സോൾ യാത്രയിൽ അല്ലെങ്കിൽ സോളിന്റെ ഒരു ട്രാവലിലുള്ള നമ്മളെല്ലാവരും, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ, ഇപ്പൊ ചിലപ്പോ ഭാര്യയാകാം, അമ്മയാകാം, അച്ഛനാവാം, മക്കളാകാം അല്ലെ, അവർക്കൊക്കെ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി എല്ലാ ദിവസവും അവരെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കുന്ന കരങ്ങളുടെ ഉടമകളാകാൻ നമ്മളെ എല്ലാവരെയും തുണയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോ നമ്മൾ ഇന്ന് 100 കഴിഞ്ഞ് 103 ആയിട്ടുണ്ട്. നമ്മളത് വേഗം തന്നെ 200-ഉം 500-ഉം ഒക്കെ ആക്കണം ഇൻഷാല്ലാ. സോ ലെറ്റ് മീ വെൽക്കം ഷൈൻ സർ. സർ, അപ് ടു യു. ഐശ്വര്യപൂർണമായ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പുതിയൊരു പ്രഭാതത്തിലേക്ക് കൂടി നമ്മെ ഉണർത്തിയ സർവശക്തിന് നന്ദി. സോൾ മാസ്റ്റർ ഷൈൻ മുഹമ്മദ് സാർ നയിക്കുന്ന ഐശ്വര്യപൂർണമായ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് സോൾസ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. Good morning, sir. Good morning. ഗുഡ് മോർണിംഗ്. Good morning, sir. എല്ലാ പുണ്യാത്മാക്കൾക്കും അത്ഭുതങ്ങളുടെ പുലർക്കാല യാത്രയിലേക്ക് സ്വാഗതം. മിറാക്കിളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരു 6 ദിവസം കൊണ്ട് ഒരു ഇത് നമ്മള് 6 ദിവസം മുമ്പ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നമസ്തേ. അതിലേക്ക് ആളുകള് ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുക അല്ലെ. വല്ലാത്തൊരു മിറാക്കിളല്ലേ അത്. ഒരു പരസ്യമില്ല, പബ്ലിസിറ്റി ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ഗ്രൂപ്പുകളിൽ മാത്രം ഇടുന്ന ഒരു മെസ്സേജിലൂടെ ഇത്രയും ആളുകൾ അല്ലേ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? കേൾക്കാം സർ, കേൾക്കാം. എന്തിനാണ് രാവിലെ ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലേ? എന്തിനാണ് കൂടിയിരിക്കുന്നത്? എന്തിനാണ് ഇവിടെ ആൾക്കാർ കൂടിയിരിക്കുന്നത്? അറിവ് നേടാനാണോ? അറിവ് നേടാനാണെങ്കിൽ ഇവിടെ അറിവൊന്നും കൊടുക്കുന്നില്ല, വിൽക്കുന്നില്ല. അറിവൊന്നും ഇവിടെ വിൽക്കുന്നില്ല. യെസ്, 4-5 ദിവസമായിട്ട് ആളുകൾ കൂടെ ഉള്ളതിന്റെ ഞാൻ അതിനു വേണ്ടി ചോദിച്ചതാ. സമാധാനമായി എനിക്ക്. 5 ദിവസമായി കൂടെ നടക്കുന്ന ആളുകൾക്ക് എന്തിനാണ് ഈ കൂടെ നടക്കണേ എന്നൊന്നും അറിയണ്ടേ? അതെന്തായാലും അറിയണ്ട്. സ്വന്തത്തെ തിരിച്ചറിയാൻ എന്നൊരാള് പറഞ്ഞു. ശരിയാ. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അറിവല്ല. അറിവ് നേടാനാണ് യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ അറിവ് രാവിലെ മുതൽ രാത്രി വരെ 24 മണിക്കൂറും, രാവും രാത്രി ഇല്ല. അതിനുവേണ്ടിയൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അവിടെയൊക്കെ പോയാൽ മതി. അൻമോൾ മാഡം ചോദിച്ചു, സാറ് കുറെ നാളായി രഹസ്യം എന്ന് പറഞ്ഞു. എന്താണ് രഹസ്യം എന്ന് ഇന്നലെ ചോദിച്ചു.
ആ രഹസ്യം അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ലാതെ അതാണ് ആത്മജ്ഞാനം. അതാണ് ആത്മജ്ഞാനം. നന്മോൾ മാഡം വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സൂപ്പർ. ഓരോ ദിവസവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് രാവിലെ നമ്മുടെ കോച്ചുമാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ അനുഭവങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ ആരും അറിവ് നേടി ആരും വരേണ്ടതില്ല. ഇവിടെ അറിവൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ ഇത്ര നാള് എന്താണോ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതാണ് ഇവിടെ കിട്ടണത്. അൻമോൾ മാഡം പറഞ്ഞില്ലേ ഇൻട്രൊഡക്ഷനകത്ത്, റൂമി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ അന്വേഷിക്കുന്നത്. നിങ്ങൾ എന്താണോ ഈ ജീവിതം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതാണ് ഇവിടെ കിട്ടുന്നത്. ചിലർക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂല, ടെൻഷനും ഡിപ്രഷനോ ആങ്സൈറ്റി ഒന്നും ഉണ്ടാവൂല. അങ്ങനത്തെ പ്രശ്നമൊന്നും ആയിരിക്കില്ല ചിലർക്ക്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു ശൂന്യത ഉണ്ടാവും. ആളുകളൊക്കെ ചുറ്റുമുള്ളപ്പോഴും ഒരു ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഒരൊറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടോ? ഏകാന്തത എന്ന് പറയാൻ പാടില്ല എന്നാ, ഒറ്റപ്പെടൽ. കൊറോണയ്ക്ക് ശേഷം ഒരു അനിശ്ചിതത്വം ഉടലെടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? എന്നാ അതിനുള്ള പരിഹാരമാണ് ഇവിടെ. അതിനുള്ള പരിഹാരം അതിങ്ങനെ അരച്ച് കലക്കി നിങ്ങളുടെ കയ്യിലോട്ട് തരുവല്ല ചെയ്യണത്. പക്ഷെ നിങ്ങൾ കുറച്ചു ദിവസം ഇതിന്റെ കൂടെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴും. ആ രണ്ടുപേരുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആരാണ് ആ രണ്ടുപേര്? നിങ്ങൾ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്ന രണ്ടുപേരാരാണ്? ഒരാളെന്ന് പറഞ്ഞിരുന്ന ഇപ്പൊ ഒത്തിരി പേര് ആൻസർ ഇട്ടേനെ. ഞാൻ രണ്ടുപേരെന്ന് പറഞ്ഞോണ്ട് എല്ലാരും ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുക. ശരി, മൂന്ന് പേര്. മൂന്ന് പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ മൂന്ന് പേര് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. മൂന്ന് പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ടി വരില്ല. ഈ ഭൂമിയിൽ ഒന്നിനെയും, ഒരു ശക്തിയെയും, ഒരു ചിന്തകളെയും, ഒരു തോട്ടിനെയും, മൂന്ന് പേരെയും പറയണം. നിങ്ങൾ ഓരോരുത്തരെ പറഞ്ഞാൽ പോരാ. മൂന്ന് പേരെയും നിങ്ങൾ പറയണം. ചിലരൊക്കെ അടുത്തടുത്തൊക്കെ വരുന്നുണ്ട്. തണുപ്പ്, ചൂട്, തണുപ്പ്. ആരെങ്കിലും ഒരാളെങ്കിലും ശരിയായിട്ട് പറയുമെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാം. ഇനി 3, 4 ആക്കേണ്ടി വരുമെന്ന് എനിക്കിപ്പോ സംശയം. നിങ്ങളിങ്ങനെ പറഞ്ഞു എനിക്ക് കൺഫ്യൂഷൻ ആയി തുടങ്ങി. ശരി. നിങ്ങൾ ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലഹരിയാണ്. മദ്യത്തെക്കാൾ, മയക്കുമരുന്നിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ലഹരി, ഏറ്റവും വലിയ ആനന്ദം, പരമാനന്ദം. എന്തിനാണ് ഒരു ആത്മാവ് ഈ ഭൂമിയിൽ വന്നത്? സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. സാറ്റിസ്ഫാക്ഷൻ, നിർവൃതിക്ക് വേണ്ടി. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും പേടിക്കാനില്ല. മൂന്ന് പേര് എപ്പോഴും കൂടെ ഉണ്ടാവും. എന്തോ ഒരു ആൻസർ ആകൂ, സമ്മതിക്കണോട്ടോ നിങ്ങളെ. എന്തൊക്കെയാ മനുഷ്യന്റെ മനസ്സിലെ കണ്ടുപിടുത്തങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം, നിങ്ങളിപ്പോ ഈ ടൈപ്പ് ചെയ്തിട്ടതെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ നിങ്ങൾ ഇട്ടതെല്ലാം വെൽത്ത്, ഹെൽത്ത്, ഹാപ്പി, സന്തോഷം എല്ലാം. പക്ഷെ അതൊന്നുമല്ല നിങ്ങളെ ഭൂമിയില് അതിശക്തനായി എത്ര വലിയ കൊടുങ്കാറ്റും പേമാരിയും വന്നാലും, എന്തെല്ലാം വന്നാലും, ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് തോന്നുന്ന ആ കാര്യങ്ങൾ 2 മെയിൻ. ഒരെണ്ണം ഞാൻ കൂടെ വച്ചതാ. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞുതരാം എന്നാന്ന്. നിങ്ങൾ ആരും കൃത്യമായി, ആരോ 1-2 പേര് മുകളിൽ ചെറുതായിട്ടൊരു സൂചന തന്നിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ഇത്രയും നാളും അന്വേഷിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ സോളാണ്. അത് ഒരുപാട് പേരിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. നിങ്ങളുണ്ടല്ലോ, ഓൾറെഡി നിങ്ങളിവിടെ ഉണ്ട്.
ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ സോൾ, ആ സോളിനെ, ആത്മാവിനെ ഉണർത്തുക എന്ന പ്രോസസ്സാണ്. നിങ്ങളുടെ സോളിനെ നിങ്ങളുടെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ സോള് നിങ്ങളുടെ കൂടെ ഇല്ല. രണ്ടാമതായി ആരാണ്? യെസ്, പലരും ആൻസർ ഇട്ടിരുന്നു. ഗോഡ്, ദൈവം, ഈശ്വരൻ, അള്ളാഹു. ഭൂമിയിൽ മനുഷ്യൻ തുടങ്ങുമ്പോ പല പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ പേരെന്നാന്ന് പോലും ആർക്കും അറിയില്ല, അല്ലെ? എന്താണോ ആ ബ്രഹ്മം, പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. ആ ശക്തി, നിങ്ങളുടെ വിശ്വാസം, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഈ ലോകത്തെ എന്തിനെങ്കിലും നിങ്ങൾക്ക് ഭയപ്പെടണോ? ഈ ലോകം തന്നെ നിങ്ങളെ സൃഷ്ടിച്ച ലോകത്തെ മുഴുവൻ ഇത് ചെയ്യുന്ന, അതുമായി കണക്ട് ചെയ്ത ഒരാളാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഈ ലോകത്തെ ആരെയും ഭയപ്പെടണ്ട. പിന്നെ നിങ്ങളുടെ ഗുരുനാഥൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് ഞാൻ എന്റെ കൈ നിട്ടതാ. കഴിഞ്ഞ ദിവസം ചോദിച്ചു, എന്താ സാർ ഒരു കോച്ചാവാൻ, ഒരു ട്രെയിനർ ആകാൻ പഠിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഒന്നും പഠിക്കേണ്ടതില്ല, ഒന്നും പഠിക്കണ്ട. കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തേ ഞാൻ അറിവുകൾ നേടിയത്, ലക്ഷക്കണക്കിന്. പക്ഷെ അതൊന്നും അല്ല ജീവിതത്തെ പ്രയോജനത്തിൽ വന്നത്. ആത്മജ്ഞാനമാണ്, ആത്മജ്ഞാനം. എന്താണ് നിങ്ങൾ എന്നുള്ള അറിവ്, എന്താണ് നിങ്ങളുടെ ആത്മാവ് എന്നുള്ള അറിവ്, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. അവിടെ ഒന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യൂല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ സന്തോഷിക്കുക. ഇനി സന്തോഷിക്കണ്ട, ഒന്നും സംഭവിക്കൂല. സന്തോഷവുമാണ് സങ്കടമാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ ഉള്ളില് ലോജിക്ക് കൊണ്ടുണ്ടായതാണ്. ലോജിക്ക്, ജനനം മുതൽ ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ച എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന്, നിങ്ങളുടെ ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. അതാണ് ജീവിതം. ഇതുണ്ടെങ്കിലേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ. സമ്പത്തുണ്ടെങ്കിലേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ. സമാധാനം ഉണ്ടെങ്കിലേ എനിക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ. സമാധാനോ, സങ്കടോ, സംതൃപ്തിയോ, പണമോ, ഹെൽത്തോ, വെൽത്തോ, ഇതൊന്നുമല്ല നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അസുഖങ്ങൾ പോലും പമ്പ കിടക്കും. കഴിഞ്ഞ ദിവസം ഇന്ദിരാമാൻ പറഞ്ഞില്ല, എന്റെ കയ്യിലെ വേദന ഇതായിന്ന് പറയാം. അതുപോലെ നിങ്ങൾക്കുള്ള വേദന, വിഷമങ്ങൾ, ഒട്ടുമിക്ക നിങ്ങളുടെ ശാരീരികപരമായ അസ്വസ്ഥതകളും ഒരു പഠനം പറയുന്നു, സൈക്കോളജിയിലെ ഒരു പഠനം പറയുന്നു. നമ്മൾ സൈക്കോളജി പഠിപ്പിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ അറിയാം. സൈക്കോളജിയിലെ ഒരു പഠനം പറയുന്നു, നിങ്ങളുടെ ഒട്ടുമിക്ക അസുഖങ്ങളും നിങ്ങളുടെ മാനസികപരമായ സമ്മർദ്ദം കൊണ്ടുണ്ടാകണതാണ്. മാനസികപരമായ സമ്മർദ്ദം നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടായതാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണ്, അതാണ് എനിക്ക് സമാധാനം നൽകുന്നത്, ഇത് കിട്ടിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ, അത് കിട്ടിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. എന്താണ് എന്റെ മനസ്സിലെ പ്രശ്നം? ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. ചിലർക്കാണ് ഈ ചുമ്മാ ഇരിക്കുമ്പോ സമാധാനം പോകുന്നു, ഒന്നും ആലോചിക്കണ്ട. ചിലർക്കാണ് ഈ ചുമ്മാ ഇരിക്കുമ്പോ കുറെ ചിന്തകൾ കയറി വരുന്നു. ഇതിനെല്ലാം പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. ആത്മജ്ഞാനം നേടുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലായിട്ട് ഒരു വെളിച്ചം കടന്നു വരും, ഒരു പ്രകാശം. അതാണ് നിങ്ങളിപ്പോ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ 6 ദിവസമായി നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ലാസ്റ്റ് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനം നമ്മൾ കൊടുക്കുന്ന ആ ഒരു ആത്മാവിനെ ഉണർത്തുന്ന പ്രോസസ്, അവൈക്കണിങ് ദ സോൾ പ്രോസസ്. സയന്റിഫിക് ആയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിനെയും നിങ്ങളുടെ ശരീരത്തെയും ഡെൽറ്റ മോഡിലേക്ക് കൊണ്ടുവരുന്നു. സയന്റിഫിക് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളൊന്ന് ലോജിക്ക് ചിന്തിക്കുകയോ ചെയ്യരുത്. ഇവിടെ ലോജിക്കില്ല, ലോജിക്കല്ല ജീവിതം. ദൈവത്തിനെ കാണിച്ചു തരാൻ പറഞ്ഞാൽ ആർക്കും കാണിച്ചു തരാൻ പറ്റുമോ? വേണ്ട, ദൈവത്തിന് വേണ്ട. നിങ്ങളുടെ ചിന്തയെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ചിന്തയെ എടുത്തൊന്ന് കാണിച്ചാ, നിങ്ങളുടെ മനസ്സിൽ ചിന്തയൊന്ന്, അത് അനുഭവിക്കണമല്ലേ അതറിയാൻ പറ്റുള്ളൂ. എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തയുണ്ട്, എന്റെ മനസ്സിൽ അങ്ങനെ ചിന്തയുണ്ട്, എന്റെ മനസ്സിൽ ആകെ പ്രശ്നമാണ്, കലുഷിതമാണ് എന്ന് പറഞ്ഞ് അനുഭവിക്കണമെന്ന് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ. ഇനി ഇതൊന്നും അനുഭവിക്കുന്നില്ലെങ്കിലും
ഈ ഭൂമിയിൽ നിങ്ങൾ വന്നത് എന്തിനാണ്? നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂമി, മരണത്തെ പേടിയുള്ള ആൾക്കാരുണ്ടോ ആരെങ്കിലും? മരണത്തെ പേടി? മരണത്തെ നമ്മൾ പേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ കൂടുതൽ പ്രേമിക്കുന്നു എന്നാണ് അർത്ഥം. അമിതമായിട്ട്. യെസ്, ഷുവർ. മരണത്തെ പേടിക്കരുത്. നിങ്ങൾ കൃത്യമായി നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ എന്നല്ല ഒന്നിനെയും പേടിക്കരുത്. മരണത്തെ എന്നല്ല ഒന്നിനെയും പേടിക്കരുത്. ഒന്നിനെയും ഭയപ്പെടരുത്. ഒന്നിനെയും ഭയപ്പെടരുത്. മരണത്തെ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് നമ്മള്? യഥാർത്ഥം നമ്മളെ അറിയാത്തതുകൊണ്ടാണ്. പണ്ടുതൊട്ടേ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി കത്തിക്കും, നിങ്ങളെ കരിച്ചു കളയും. ഓ കാരുണ്യവാനായ ആ സൃഷ്ടാവ് പ്രപഞ്ചം നിങ്ങളെ കൊണ്ടുപോയി കത്തിക്കാൻ പോവല്ലേ. എവിടെ കത്തിക്കാൻ? നിങ്ങൾ അത്ര വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ചെയ്തതൊന്നും പാപങ്ങളല്ല. ഇതൊക്കെ ഈ നിമിഷം തന്നെ ആ പാപം ഇല്ലാതെയായി പോവും. നിങ്ങളുടെ സോളിനെ തിരിച്ചറിഞ്ഞ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ഈശ്വരനെ, നിങ്ങളുടെ ദൈവത്തിനെ, അള്ളാഹുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പാപമെല്ലാം ഉരുകി കരിഞ്ഞു പോവും, അലിഞ്ഞു പോവും. എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നു, നിങ്ങൾ ഈ ശരീരത്തിനകത്ത് ശരീരമാകുന്ന ഈ വാഹനത്തിനകത്തേട്ട് നിങ്ങൾ കയറുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മത്തിൽ, ആലമുൽ അറവാഹിൽ, ആകാശലോകത്ത് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെയാണ് പോണത്. പിന്നെ ഇത് മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ശരീരം പോയിന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇല്ലാതാകുന്നില്ല. പിന്നെ എവിടെയാ നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? പിന്നെ നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? നിങ്ങൾ ഇല്ലാതാവൂല. ഏറ്റവും വലിയ പേടി, മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ മരണഭയമാണ്. മരിച്ചാലും നിങ്ങൾ ഇല്ലാതാവൂല എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം എപ്പോഴും വന്നോട്ടെ എന്നല്ലേ നിങ്ങൾ എന്തിക്കോളും. ആരും മരണത്തിലിട്ട് പോകരുത്. മരണം വരികയാണ് വേണ്ടത്. നമ്മളിവിടെ വന്ന ഒരു ഡ്യൂട്ടിക്കാണ്. ആ നൗഷിത്തും ഇവരൊക്കെ പറഞ്ഞു, ഇവിടെ നമ്മൾ ചുമ്മാ ഒരുമിച്ച് കൂടിയതല്ല. നമ്മളെല്ലാം ഒരിക്കൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. ഏത് മതവിശ്വാസവും നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചോ, ഏത് പണ്ഡിതനെയും നിങ്ങൾ കൊണ്ടുവരെ ഞാൻ തർക്കിക്കാൻ റെഡിയാണ്. തർക്കിക്കേണ്ട ആവശ്യം വന്നാൽ, വരാറില്ല. പൊതുവെ ആരും ഇതിന് തർക്കിക്കാൻ വരാറില്ല. സംശയങ്ങൾ ചോദിക്കും. ഏത് മതത്തിലെയും ആളെ നിങ്ങൾ കൊണ്ടുവരെ അവരുടെ മതഗ്രന്ഥം വച്ചുകൊണ്ട് തന്നെ ഞാൻ സ്ഥാപിച്ചു കൊടുക്കാം. ഏത് മതവും. നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ സൃഷ്ടാവിനെ മതത്തിലേട്ട്, മനുഷ്യനിലേട്ടാണ് ദൈവം നോക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലേട്ടാണ് ദൈവം നോക്കുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളിലും, ഖുർആനിലും, ബൈബിളിലും, ഗീതയിലും ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിലേട്ടാണ് ദൈവം നോക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തരി വെട്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി പോലും പങ്കെടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഇരിക്കാൻ പോലും നിങ്ങളുടെ മനസ്സ് സമ്മതിക്കൂല. ചാടിപ്പോൻ തോന്നും. എത്രയോ പേര് ഇതിനകത്ത് വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇറങ്ങിപ്പോണ്ട്. നിങ്ങൾ ഈ 100 ചില്ലാനും പേര് ഇങ്ങനെ നോക്കിയിരിക്കണം. ഇടയ്ക്ക് വന്നു പോകണ്ട്. നിങ്ങൾ അറിയണമെന്നേ ഉള്ളൂ. എനിക്കിവിടെ ഇങ്ങനെ ടക്ക് 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 എന്ന് വന്ന് കാണാം. വന്ന് നോക്കും, ടക്ക് പോവും. വന്ന് നോക്കും, ഇത് എന്നെ ഇവിടെ സംഭവിക്കണമെന്ന് നോക്കും, പോവും. ശേ, പൊക്കോട്ടെന്ന്. ഇരിക്കാൻ പറ്റൂല ഇതിനകത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ ഒരു മിനിമം ഒരു തരി വെട്ടമെങ്കിലും ബാക്കി ഉണ്ടാവണം. ഒരു തരി വെട്ടം ബാക്കിയുള്ളവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവനൊക്കെ ഇറങ്ങി പൊക്കോ. നൗഷത്തിന് പേടിയാ ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നു. പൊക്കോട്ടെ. നിങ്ങൾക്ക് ആവശ്യം, നിങ്ങളുടെ മനസ്സിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്താ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ആരെയും ബലം പിടിവെച്ച് ഇവിടെ കൊണ്ടു നിർത്തൂല. ഇത്രയും നാൾ അനുഭവിച്ചത് പോരെ. ഇനി സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലേ? ഇനിയുള്ള ജീവിതം അത് ഇനിയുള്ള ജീവിതമല്ല, ഇനി ആ അനന്തകാല ജീവിതം. അനന്തകാല ജീവിതം. ഇത്രയും മനുഷ്യൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടും, ഇത്രയും മനുഷ്യൻ പഠിച്ചിട്ടും, ഇത്രയെല്ലാം അറിവുകൾ നേടിയിട്ടും
എന്തുകൊണ്ട് ഈ അറിവ് മാത്രം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയാവോ? ആത്മജ്ഞാനത്തിന്റെ അറിവ് പലർക്കും പറഞ്ഞു തരാൻ അറിയില്ല, പലരും പറഞ്ഞു കൊടുക്കില്ല. ഇത് പറഞ്ഞു കൊടുക്കരുത് എന്ന ഒരു അലിഖിത നിയമം എവിടെയോ ഉള്ളത് പോലെയാണ്. ഇനി എന്നാ നമ്മളിത് പറഞ്ഞു പറഞ്ഞേ? ഇത്രയും മനുഷ്യൻ റോബോട്ടിക് യുഗം വരെയായി, എന്നിട്ടും ഇത് പറഞ്ഞു കൊടുക്കണില്ലെങ്കിൽ നിങ്ങൾക്കൊരു തൂപ്പുകാരന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാ ദിവസവും കഥ ഉണ്ടാവും എന്ന് വിചാരിച്ച ആരും ഇതിനകത്ത് കയറണ്ട കേട്ടോ. ചില ദിവസം കഥയുണ്ടാവും, ചില ദിവസം കഥ ഉണ്ടാവില്ല. എന്റെ സ്റ്റോക്ക് കീറുന്ന എന്ത് ചെയ്യും അല്ലേ? ഇവിടെ കഥ പറയാനല്ല ഞാൻ ഇരിക്കുന്നത്, പക്ഷെ ഞാൻ കഥ പറയണ്ട്. ചിലർക്ക് ആ കഥ ഇഷ്ടമായതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഒരു രസം. അതൊന്നും അല്ല ഇതിലെ കാര്യം. ഇതിലെ കാര്യം ലാസ്റ്റ് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ധ്യാനം, ധ്യാനം മെഡിറ്റേഷൻ ഒന്നും അതിന് പറയരുതെന്നാണ് എന്റെ മനസ്സിലെ ആഗ്രഹം. പക്ഷെ എനിക്ക് വേറൊരു വേർഡ് കിട്ടുന്നില്ല. ഞാൻ എപ്പോഴും പറയും, ഒരു ആത്മാവിനെ ഉണർത്തുന്ന ആ പ്രോസസ്സാണ് ഇതിനകത്തെ പ്രാധാന്യം. അപ്പോ ഒരു വലിയ ഓഫീസിൽ ഒരു ദിവസം ഒരാൾ കയറി വരികയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം. അയാളുടെ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോ ഇയാൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എന്ത് ജോലി കൊടുക്കും? ഈ ഓഫീസിന്റെ മുതലാളിയാണെങ്കിൽ നല്ല മനസ്സുള്ള ഒരാളാണ്. ആര് വന്നാലും വെറുതെ തിരിച്ചയക്കില്ല. ഇപ്പൊ പൈസക്ക് ആരും ചോദിച്ചു വന്നാലും എന്തെങ്കിലും കൊടുക്കുന്ന ആളാണ്. ഒരാൾ വന്ന് ജോലി ചോദിക്കുമ്പോ എങ്ങനെ ജോലിയാണല്ലോ ചോദിക്കണത്, എന്തെങ്കിലും ഇയാൾക്ക് അത്രയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഒരാൾ ജോലി അന്വേഷിച്ചു വരിക. എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോ ആകെയുള്ള ഒരു ജോലി എന്ന് പറഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ജോലിയാണ്. നിങ്ങൾക്ക് ഈ ക്ലീൻ ചെയ്യാനുള്ള ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞു, എനിക്ക് ആകെ അതിനുള്ള വിദ്യാഭ്യാസം ഉള്ളൂ, ഞാൻ ആ ജോലി സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം എന്ന് വന്ന ആള് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടുത്തെ ഒരു ക്ലീനിങ് ചെയ്യുന്ന തൂപ്പുകാരനായ ആളായി മാറും. ഇയാൾ എല്ലാ ദിവസവും കൃത്യസമയത്തെത്തും. വേറെ ആര് വൈകിയാലും ഇദ്ദേഹം വൈകില്ല. കറക്റ്റ് സമയത്തെത്തും, കൃത്യസമയത്ത് തൂത്ത് തുടയ്ക്കും, വൃത്തിയാക്കും. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. യെസ്, കുറെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഇയാൾ സ്ഥിരം വരും, ഇത് തുടയ്ക്കും. പക്ഷെ ചില ആളുകൾ ശ്രദ്ധിച്ചു, ഇയാൾ ഈ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇയാളുടെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ വിചാരിച്ചു ഇയാൾക്ക് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ്, ഇയാൾ മാനസികപരമായ പ്രശ്നമുള്ളതാണ്. പിന്നെ പല ചർച്ചയായി, കാരണം ഒരുപാട് പേരുള്ള ഒരു ഓഫീസാണ്. ഇയാൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞോണ്ട് ജോലി ചെയ്യണം? ഇനി ഇയാൾക്ക് വല്ല മാനസിക രോഗമായിരിക്കുമോ? ചിലർ പറഞ്ഞു ഇയാൾക്ക് ഈ ജോലി ഇഷ്ടമല്ലെങ്കിൽ ഇട്ടിട്ട് പോയിക്കൂടെ, വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ. ഇങ്ങനെ ഭയങ്കര ചർച്ചയായി. കൂട്ടം കൂടിയിരുന്ന് ചിലരൊക്കെ ചർച്ച ചെയ്ത്, ഈ നമ്മുടെ തുടക്കുന്ന ആളുണ്ടല്ലോ, അയാൾ എപ്പോഴും കരഞ്ഞോണ്ടാണ് ജോലി ചെയ്യണത്. ഈ തുടയ്ക്കുമ്പോഴൊക്കെ മോപ്പ് ഉപയോഗിച്ച് അയാൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അയാൾ കരയാണ്. ഇങ്ങനെ ചർച്ച വർദ്ധിച്ച് വന്ന് ലാസ്റ്റ് മുതലാളിയുടെ അടുത്തെത്തി. നമ്മുടെ ആ പുതിയ തൂപ്പുകാരനില്ലേ, അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അയാൾ തുടയ്ക്കുമ്പോഴൊക്കെ കരഞ്ഞുകൊണ്ടാണ് തുടയ്ക്കുന്നത്. അങ്ങനെ ഒരു ദിവസം മുതലാളി വിളിച്ചു ഇദ്ദേഹത്തെ. മുതലാളി ശ്രദ്ധിച്ചു, ഇയാൾ കരയുണ്ട്, ശരിയാണ്, കരഞ്ഞുകൊണ്ടാണ് തുടയ്ക്കുന്നത്. മുതലാളി ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടുത്തെ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? അപ്പൊ തൂപ്പുകാരൻ പറഞ്ഞു, വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, ഞാൻ നന്നായി തന്നെ ജോലി ചെയ്യുന്നുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ? ഇല്ല, താങ്കളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ താങ്കൾ എപ്പോഴും ഈ തുടച്ചുകൊണ്ടിരിക്കുമ്പോ കരയുന്നത് എന്താണ്? ഞങ്ങളൊക്കെ എല്ലാരും വിചാരിച്ച ജോലി ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും എന്നാണ്. ഇല്ല, ഈ ജോലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കരയുന്നതിന്റെ കാരണം ഓരോ തവണ നിലം തുടയ്ക്കുമ്പോഴും, ഓരോ തവണ മോപ്പ് ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ ആത്മാവിനെ, എന്റെ ഹൃദയത്തെ തുടയ്ക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്.
ഒരു പ്രകാശം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ പ്രകാശത്തെ കണ്ടെത്താൻ, എന്റെ ഈശ്വരനെ കണ്ടെത്താൻ, അള്ളാഹുവിനെ കണ്ടെത്താൻ, ദൈവത്തെ കണ്ടെത്താൻ, യഹോവയെ കണ്ടെത്താൻ, ഇലാഹിനെ കണ്ടെത്താൻ, ഇലോഹിമിനെ കണ്ടെത്താൻ, ഈശ്വരനെ കണ്ടെത്താൻ ഞാൻ വൈകിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരയണയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ തൂപ്പുകാരൻ എത്ര ആസ്വദിച്ചാണ് ആ ജോലി ചെയ്യണത്, എത്ര ആസ്വദിച്ചിട്ട്. എന്റെ ആത്മാവിനെ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളും ഈ ഭൂമിയിൽ അതേ ജോലിയാണ് ചെയ്യുന്നത്, എന്ത് ജോലി ചെയ്യുവാണെങ്കിലും. പക്ഷെ നമ്മൾ അത് ആസ്വദിക്കുന്നില്ല, നമ്മൾ തുടയ്ക്കുന്നില്ല, നമ്മുടെ ഹൃദയത്തെ തുടയ്ക്കും. നമ്മൾ ഇപ്പോഴാണ് അത് കണ്ടെത്താൻ പോകുന്നത്. നമ്മൾ ഇത്രയും പ്രായത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ അത് കണ്ടെത്താൻ പോകുന്നത്. കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ആസ്വദിക്കണം. ഓരോ ദിവസവും നിങ്ങൾ ആസ്വദിക്കണം. അപ്പോഴാണ് മിറാക്കിൾസ് സംഭവിക്കുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ കഴിക്കുന്ന വെള്ളത്തിന് വരെ ടേസ്റ്റ് തോന്നാൻ തോന്നുന്നത്. വെറും പച്ചവെള്ളം കുടിക്കുമ്പോൾ പോലും ഭയങ്കര രുചി തോന്നാൻ തോന്നുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ശ്വാസത്തിന്റെ രുചി നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരു മാങ്ങയോ തേങ്ങയോ ഒക്കെ ഒരു ഞെട്ടിലിങ്ങനെ തൂങ്ങിക്കിടക്കൂല, ഞെട്ട്. ആ ഞെട്ടി കിടക്കും പോലെയാണ് നമ്മളും കിടക്കുന്നത്. ഞെട്ടില് നമ്മൾ ആ ഞെട്ടിന്ന് വിടുമ്പോ മാങ്ങയും തേങ്ങയൊക്കെ ദ്രവിച്ച് നിലത്തിടന്ന് പോകും പോലെ പോകും. പക്ഷെ നമ്മള് പോവില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ആ ഞെട്ട് എവിടെയാണോ നമ്മളെ ഞെട്ട് പിടിച്ചു നിർത്തുന്നത് അതിലേട്ട് നമ്മൾ പോകും. നമ്മുടെ ഞെട്ട് എന്താണ്? നമ്മളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഞെട്ട് എന്താണ്? മാങ്ങയുടെ ഞെട്ട് കണ്ടിട്ടില്ല? എങ്ങനെ മാങ്ങനെ താങ്ങി നിർത്തുന്ന, മരത്തിലിട്ട് കടുപ്പിച്ച് നിർത്തുന്ന, നമ്മളെ കടുപ്പിച്ച് നിർത്തുന്ന എന്നാണ്? നമ്മളെ കടുപ്പിച്ച് നിർത്തുന്നത് എന്താണ്? ആ ഞെട്ട്, നമ്മുടെ ഞെട്ട്. ഞെട്ട് എന്നാന്ന് അറിയണമെങ്കിൽ ഉണ്ടല്ലോ, വായു മൂക്കും ഇങ്ങനെ പൊത്തി പിടിച്ചോണ്ട് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പൊ അറിയാം ഞെട്ട് എന്നാണ്. ഞെട്ടറ്റ് താഴെ വീഴുന്നില്ലേ? ശ്വാസമാണ്, ബ്രീത്ത്സ്. ഈ ശ്വാസം നമ്മൾ പ്രപഞ്ചത്തിലായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ബോഡി, ഞാൻ പറഞ്ഞു, മനസ്സിനെയും ബോഡിയെയും ശുദ്ധീകരിക്കണം. ബോഡി എന്ന് പറയുന്ന നമ്മുടെ ഞെട്ട് ഈ ശ്വാസമാണ്, ബോഡിയുടെ ഞെട്ട്. ശ്വാസം നിലച്ചാൽ ഞെട്ടറ്റ് താഴെ വീഴും. ശരീരം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ശരീരം, ആത്മാവ്, മനസ്സ്, 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ എന്ന്. 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ. മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചപ്പോൾ രൂപം കൊള്ളുന്നതാണ്. നമ്മൾ ജനിച്ച് വീണ് നമുക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് രൂപം കൊള്ളുന്നതാണ് മനസ്സ്. നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒക്കെ, നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ ആ മനസ്സിലായിട്ടാണ് കയറുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഇത്തരം കാര്യങ്ങൾക്ക് കാരണമാകും. പക്ഷെ നമ്മുടെ സോൾ, ആത്മാവ് ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര ശക്തിയുള്ളതാണ്. ആത്മാവ് എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ ധൈര്യമുള്ളവനാണ്, നിങ്ങൾ ആത്മധൈര്യമുള്ളതാണ്. ഈ ഭൂമിയിൽ ഒന്നിനെ നിങ്ങൾ ഭയപ്പെടില്ല. ഈ ഭൂമിയിൽ വന്ന യൂസഫ് അലിയും ഇലോൺ മസ്കും അങ്ങനെ എത്ര വലിയ വലിയ കോടീശ്വരന്മാരും നിങ്ങളും ഒരുപോലെയാണ് എന്ന് നിങ്ങളുടെ ആത്മാവ് പറയും. നിങ്ങളുടെ രൂപത്തിലോ ഭാവത്തിലോ കറുത്തവനോ വെളുത്തവനോ പൊക്കം കുറഞ്ഞവനോ പൊക്കം കൂടിയവനോ കാഴ്ചക്ക് കാണാൻ ഭംഗിയുള്ളവനോ ഭംഗിയില്ലാത്തവനോ തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല എന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സ് വട്ടം കയറി എന്ന് തടുക്കും. എന്നിട്ട് പറയും, അതൊക്കെ വെറുതെ പറഞ്ഞാണ്, നിന്നെ കാണാൻ ഒരു രസമില്ല, അതുകൊണ്ട് നീ പറഞ്ഞ ആരും കേൾക്കൂല. യഥാർത്ഥ നിങ്ങളുടെ ഈ സോളിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എല്ലാരും കേൾക്കും. നിങ്ങൾ പറയുന്നത് എല്ലാരും കേൾക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയുന്നത് എല്ലാരും കേൾക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സ്റ്റുഡൻസ് ആരും ഇല്ലേ മറുപടി പറയാൻ? നിങ്ങൾ പറയുന്നത് എല്ലാരും കേൾക്കണം, നിങ്ങൾ പറയുന്ന എല്ലാരും പരിഗണിക്കണം എന്നാണ്. മ്യൂട്ടാണോ? യെസ്, നമ്മുടെ സ്റ്റുഡൻസ് ഇട്ടിട്ടുണ്ടല്ലോ, അത് തന്നെ. നിങ്ങൾ പറയുന്നത് എല്ലാരും കേൾക്കണമെങ്കിൽ നിങ്ങൾ പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കണം.
നിങ്ങൾ പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ സോള് പറയുന്നത്, നിങ്ങളുടെ ആത്മാവ് പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കണം. രാവിലെ 5:30 എഴുന്നേൽക്കണം എന്ന് നമ്മുടെ ആത്മാവ് പറയുന്നുണ്ട്. എന്നിട്ടും നമുക്ക് കിടന്നുറങ്ങാനാണ് തോന്നുന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. മനസ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കരുത്, നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇപ്പൊ നിങ്ങൾ അത് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ 4:30 എഴുന്നേറ്റുന്ന്, ചിലർ 4 മണിക്ക് എഴുന്നേറ്റു. ആരും വിളിച്ചില്ല, അലാറം വച്ചില്ല, തന്നെ എഴുന്നേറ്റു. ഞെട്ടി എഴുന്നേറ്റ് എത്ര പേരുണ്ട് ഇതിനകത്ത്? തന്നെ എഴുന്നേറ്റിരുന്ന എത്ര പേരുണ്ട് അലാറം വെക്കാതെ? ഇന്ന് ഞാൻ അറിഞ്ഞതാ അത്. കണ്ടോ മെസ്സേജ്? കണ്ടോ നിങ്ങള്? പടപടയെന്ന് മെസ്സേജ് തന്നെ ഉണ്ടോ? ഒരു അലാറം ഇല്ലാതെ കൃത്യം 4 അല്ലെങ്കിൽ 4:30 അല്ലെങ്കിൽ 5 മണിക്കുള്ളിൽ എഴുന്നേറ്റ ആളുകളാണിത്. കണ്ടോ? 2 മണിക്ക് എഴുന്നേറ്റ് റെഡിയായ ആൾക്കാർ വരെ ഉണ്ട്. നോക്കിയേ നോക്കിയേ, ഒരാൾ രണ്ടുപേരല്ല, നോക്ക് നിങ്ങള്. ഇതാണ് അത്ഭുതം, ഇതാണ് മിറാക്കിൾ. നിങ്ങൾ വെളുപ്പിനെ 5 മണി കാണാൻ തുടങ്ങിയാൽ അത് തന്നെ 5 AM ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ ഉണ്ട്. 5 AM ക്ലബ്ബ്, 5 മണി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ ഉണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട്. അങ്ങനെ ഒരു പുസ്തകം എഴുതി വെച്ചേക്കുക, 5 മണിക്ക് എഴുന്നേൽക്കുന്നതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അലാറം അടിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്, അലാറം വച്ചിട്ട്. തന്നെ നമ്മുടെ സോള് നമ്മളെ ഉണർത്തുകയാണ്, നമ്മുടെ ആത്മാവ് നമ്മളെ ഉണർത്തുകയാണ്. ആ ഒരു അത്ഭുതം ഈ 5 ദിവസം കൊണ്ട് തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി 2 ദിവസം കൊണ്ട് ഇതും കൂടുതൽ സംഭവിക്കും. 7 ദിവസം, 41 ദിവസം കൊണ്ട് നിങ്ങൾ ഇതിനകത്ത് മാസ്റ്റർ ആകും. 41 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതചര്യയായി മാറും. നിങ്ങൾക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും പിന്നെ വരുന്നത്. ഒരു ദിവസം പോലും മിസ് ചെയ്യരുത്. ഇപ്പൊ ഇതിനകത്ത് നൗഷിത്ത് പറഞ്ഞു നാളെ ഞങ്ങൾ പോവാണ്, യാത്ര പോകുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. രാവിലെ 5 മണിക്ക് എന്ത് റിസ്ക് എടുത്ത് 6 മണിക്ക് എന്ത് റിസ്ക് എടുത്ത് നിങ്ങൾ മൊബൈൽ എടുത്ത് വെച്ച് റെഡിയാക്കി വെച്ചോളാം. നിങ്ങളുടെ കൂടെയുള്ളവരോടും പറഞ്ഞു ഇതൊന്ന് കയറി നോക്കാൻ പറയാം. പറ്റണവര് കയറിക്കോട്ടെ, ആരും നിർബന്ധിച്ച് കയറ്റൊന്നും വേണ്ട, ഉറങ്ങണവർ ഉറങ്ങിക്കോട്ടെ. ഹാലൽ റോഡ്. അപ്പോ ഇതാണ് ഇതിന്റെ രഹസ്യം. അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിവല്ല, എഴുന്നേൽക്കുന്നതല്ല, പിന്നെ കിടന്നുറങ്ങുന്നില്ല, അതാണ്. യെസ്. അപ്പോ ഇതാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ആരും അറിവ് തേടിയോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കിട്ടൂന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈരേട്ട് കിട്ടും, പൈസ കിട്ടും എന്നൊന്നും വിചാരിച്ച് ആരും വരണ്ട. ഇതെല്ലാം നിങ്ങൾക്ക് വരും. സന്തോഷം, സമാധാനം, ആരോഗ്യം, ഇതൊക്കെ വരും നിങ്ങൾക്ക്. വന്നമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ തിരിച്ചറിയണം. ആ തിരിച്ചറിയിപ്പിക്കുന്ന ഒരു പണി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു മാജിക്കും മന്ത്രവാദവും ഇതൊന്നും നടത്തുന്നില്ല. ആരും തെറ്റിദ്ധരിക്കരുത്. പുതുതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വേണ്ടിയിട്ടാണ് ഇവിടെ പറയണത്. ഇന്നലെ 100 പേർക്ക് കയറാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 110 പേര് കയറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ 3 പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി. ഇന്നലെയൊക്കെ പോയിട്ട് ഒരുപാട് പേർക്ക് വിഷമമായതുകൊണ്ട് മാത്രം നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്താണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ ആർക്കും. ഒരാൾക്കാണെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ്. യെസ്. അതിലും വലിയ സമാധാനം കിട്ടുന്നു. എല്ലാത്തിനേക്കാളും വലുത് സമാധാനമാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളോട് പറയാണ് ആരെങ്കിലും വിളിച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് ഒരു 10 കോടി രൂപ തരാം, പക്ഷെ മരണം വരെ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവൂല, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വിചാരിക്കും, എന്ത് വിചാരിക്കും? മനസ്സ് വിചാരിക്കുക 10 കോടി രൂപ മേടിക്കാം, സമാധാനമൊക്കെ പിന്നെയല്ല, അത് പിന്നെ നോക്കാം എന്ന് വിചാരിക്കും. സമാധാനമൊക്കെ പിന്നെയല്ലേ, 10 കോടി ഇങ്ങ് വരട്ടെ, സമാധാനമൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം എന്ന് വിചാരിക്കും. സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. 10 കോടി അല്ല 1000 കോടി ഉണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റൂല. സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ചിലര്
ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളെ ചെലവഴിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഒരു ചായ എടുക്കുന്ന ഒരാള് ഞാൻ കണ്ടു. പുള്ളി നല്ല ജിമ്മ് ബോഡിയൊക്കെയാ, കന്നഡക്കാരനാ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു പറഞ്ഞു, ഒരു മാസം സാർ 50,000 രൂപ ചെലവുണ്ടെന്ന്. ഭയങ്കര അഭിമാനത്തോടു കൂടിയാ പറഞ്ഞ. ഫുഡിന് 50,000 രൂപ ഈ ജിമ്മ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവുണ്ട്. നല്ല ശരീരം ഉണ്ടാക്കി, നല്ല ഹെൽത്തായി. സമാധാനം ഇല്ലെങ്കിലോ? പോയില്ലേ? ഇല്ല, പോയില്ലേ? അതുകൊണ്ടാണ് പുണ്യഗ്രന്ഥങ്ങൾ പറഞ്ഞത് നിങ്ങളെല്ലാം നേടിയിട്ടും, ബൈബിളിലും ഖുർആനിലും ഗീതയിലൊക്കെ പറഞ്ഞത് നിങ്ങളെല്ലാം നേടിയിട്ടും, എല്ലാത്തിലും ഒരുപോലെയാ പറഞ്ഞ ഈ വാചകം. നിങ്ങളെല്ലാം നേടിയിട്ടും സ്വന്തം നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയാൽ ഒരേപോലെ പറഞ്ഞാണ്. നിങ്ങളെല്ലാം നേടിയിട്ട് നിങ്ങളെ തന്നെ കണ്ടെത്താൻ പറ്റിയിട്ട് പിന്നെ എന്നാ അതിനുകൊണ്ട് പ്രയോജനമുള്ള? കോടികൾ ഉണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനം? ഭയങ്കര ആരോഗ്യം കിട്ടിയിട്ട് എന്ത് പ്രയോജനം? എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാക്കാൻ ആരും നോക്കണില്ല. എല്ലാരും ഉണ്ടാക്കാൻ നോക്കണേ എന്നാ? പൈസ ഉണ്ടാവണം. ദൈവമേ, എനിക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടണേ, എനിക്ക് അത് കിട്ടണേ, ഇത് കിട്ടണേ, ഇത് കിട്ടണേ, ഇത് കിട്ടണേ, ഇത് കിട്ടണേ, അല്ലേ? നിങ്ങൾ എവിടെയാണോ നിശബ്ദരാകുന്നത് അവിടെയാണ് നിങ്ങളുടെ ഈ ദൈവം. ബൈബിൾ പറയുന്നു, വേർ ഈസ് യുവർ സ്റ്റിൽനെസ്. നിങ്ങൾ എവിടെയാണോ നിശബ്ദമാകുന്നത് അവിടെയാണ് നിങ്ങളുടെ ഈശ്വരൻ. നിങ്ങളുടെ കണ്ടനാളിക്കടുത്ത് നിങ്ങളുടെ അള്ളാഹു ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു. നിങ്ങളുടെ ഇത് ഇത്ര അടുത്ത്, ഇവിടെ ഇവിടെ ഏറ്റവും മനുഷ്യന്റെ ഏറ്റവും ചേർന്നിരിക്കുന്ന ഭാഗത്ത്. ഗീത പറയുന്നു, നിങ്ങളെ തന്നെ നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ. ആ ബ്രഹ്മത്തിൽ ലയിക്കൂ. നിങ്ങൾ ബ്രഹ്മത്തിന്റെ ഭാഗമാകൂ. നിങ്ങളാണ് നിങ്ങളാണ്. അതായത് ശരിക്കും തത്വമസി നിങ്ങളാണത്. അതാണ് നിങ്ങൾ. ആരാണ്? ആ ദൈവത്തിന്റെ, ഈശ്വരന്റെ ഒരു അംശമാണ് നിങ്ങൾ. അല്ലെങ്കിൽ അതാണ് അവിടം വരെയാണ്. അത്രയും പവർഫുൾ ആയിട്ടാണ് ഹിന്ദു പുരാണ ഉപനിഷത്തുകളിലും ഗീതയിലൊക്കെ പറഞ്ഞു. നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ട്, ഭയങ്കര പവറായിട്ട്. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്. നിങ്ങള് അത് വേറെ രീതിയിലാണ് ആളുകൾ എടുക്കുന്നത്. നിങ്ങള് സുന്നത്തായ കാര്യങ്ങളിലൂടെ നിങ്ങൾ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അടുത്തുകൊണ്ടിരുന്നാൽ, ഒരു അടിമ എന്നിലേക്ക് അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു ചാണ എടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴ അടുക്കും. അവൻ എന്നിലേക്ക് നടന്നെടുത്തു കഴിഞ്ഞാൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും. അവസാനം എന്താവും? അവന്റെ കൈകൾ ഞാനായി മാറും, അവന്റെ കണ്ണുകൾ ഞാനായി മാറും. അവനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവനോട് ശത്രുത വയ്ക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവന്റെ കൈകൾ ഞാനായി മാറുന്ന പറഞ്ഞാൽ അവന്റെ കൈകൾ ഈശ്വരനായി മാറും, അള്ളാഹുവായി മാറും, സൃഷ്ടാവായി മാറും. അവന്റെ കണ്ണുകൾ ഞാനായി മാറും, അവന്റെ കാലുകൾ ഞാനായി മാറും. നേരെ അർത്ഥം എടുക്കരുത് കേട്ടോ, നേരെ അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. ആ ഹദീസിന്റെ ഒരു പൊരുൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കി. ഭഗവത്ഗീതയിൽ പറഞ്ഞേക്കണതിന്റെ പൊരുൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കി. ബൈബിൾ പറഞ്ഞേക്കണതിന്റെ പൊരുൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കി. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ആരും പഠിപ്പിക്കൂല. എല്ലാരും പഠിപ്പിക്കുന്നത് തന്നെയാണ്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരം പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോണം, അമ്പലത്തിൽ പോണം, അല്ലേ? എന്നാൽ യഥാർത്ഥ ഈശ്വരനെ, ദൈവത്തിനെ, അള്ളാഹുവിനെ കണ്ടെത്താൻ ആര് പഠിപ്പിക്കണ്ടേ? ഒരു സ്ഥലത്തും പഠിപ്പിക്കണ്ട. എവിടെയും പഠിപ്പിക്കണ്ടോ? അങ്ങനെ ഒരു മത പഠനശാലയുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്തൊക്കെയോ ചില മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. എല്ലാരും ശരിയാ. വിശുദ്ധ ഖുർആനെ പോലും കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകളില്ല. എല്ലാരും പറയും അങ്ങനെ സംഭവം ഉണ്ടെന്ന്. കൃത്യമായി ഗീത പഠിച്ചിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളില്ല. ബൈബിൾ കൃത്യമായി പഠിച്ചിട്ട് എന്താണ് അതിന്റെ പുറം കണ്ടെത്തിയിട്ട് ഇവർ തമ്മിൽ അടിക്കുകയാണ്. എന്റെയാണ് ശരി, എന്റെയാണ് ശരി, എന്റെയാണ് ശരി. അടിയാണ്, അടിയോടടി. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും തുറക്കാൻ പറ്റൂല, അടിയോടടിയാണ്. ഇതാണോ ഈശ്വരൻ, അള്ളാഹു, ദൈവം നിങ്ങളെ പഠിപ്പിച്ച മതം? പരസ്പരം ചേരി തിരിഞ്ഞ് പോരടിക്കുക. ഇനി എന്നാ നിങ്ങൾക്ക് മനസ്സിലാവണത്? ഇനി എന്നാ മനസ്സിലാകുക? ഇതൊന്നുമല്ല. നിങ്ങൾ എന്ത് ചെയ്യാ? എല്ലാം വിട്ടേരെ. മതങ്ങൾ വിടാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മതങ്ങളൊന്നും ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ ചിന്തകളെല്ലാം വിടുക. കുറച്ചു നേരത്തേട്ട് ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് തൽക്കാലം എല്ലാത്തിനും ഒന്ന് മാറ്റിവെക്കുക.
യെസ്, വായിക്കാൻ പഠിപ്പിക്കുക, അതിലെ സത്ത പഠിപ്പിക്കൂല. കറക്റ്റ്. എന്താണ് അതിന്റെ കാമ്പ്, അതിന്റെ ഉള്ളിലെ രഹസ്യം, സീക്രട്ട് എന്താണ്? അത് പഠിപ്പിക്കൂല. അത് മാത്രം പഠിപ്പിക്കൂല, ബാക്കിയെല്ലാം പഠിപ്പിക്കും. ഓരോ ദിവസമായി നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യപ്പെടുന്നത് അതിന്റെ രഹസ്യമാണ്. കഥകളിലൂടെ, പറച്ചിലുകളിലൂടെ, സംസാരത്തിലൂടെ, ഞങ്ങളുടെ ട്രെയിനിങ്ങിലൂടെ നിങ്ങളുടെ മുമ്പിൽ അതിന്റെ ചുരുളാണ് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും ചോദിച്ചില്ല, എന്താണ് സാർ ഇതിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നത്? നിങ്ങളുടെ മനസ്സ് ഇത്രയും നാൾ തേടിയ ആ രഹസ്യം, ആ ചുരുൾ, അത് നിങ്ങൾ അഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനത്തിലായി, സന്തോഷത്തിലായി. ആനന്ദ നിർവൃതി ആടിയ സന്യാസിമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? സന്യാസിമാരെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? സൂഫികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? സെയിൻസ്, വിശുദ്ധന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെല്ലാരും മനുഷ്യന്മാരായിരുന്നില്ലേ? സന്യാസിമാര് മനുഷ്യന്മാരായിരുന്നില്ലേ? ആയിരുന്നില്ലേ? ഔലിയാക്കള് മനുഷ്യന്മാരായിരുന്നില്ലേ? അല്ലേ? സെയിൻസ് മനുഷ്യന്മാരായിരുന്നില്ലേ? നിങ്ങളെപ്പോലെ തന്നെയുള്ളവര് അല്ലേ? എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുമ്പോഴും അവരായി നേടിയ എത്ര ആളുകളുണ്ട്? നിങ്ങൾ വിചാരിക്കും ഈ മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്നൊക്കെ കേൾക്കുമ്പോ എന്തോ ഒരു ഫക്കീറിനെ പോലെ നടന്ന ആളാന്നല്ലേ? തുണിയൊക്കെ കീറി മുറുക്കി തുപ്പി നടന്ന ആളാന്നല്ലേ നിങ്ങളുടെയൊക്കെ വിചാരം? നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കി. 10 കപ്പലുണ്ടാർന്ന് പറഞ്ഞ, ഒരേ സമയം സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് അതിസമ്പന്നനായ വ്യക്തിയായിരുന്നു. നിങ്ങളൊക്കെ വിചാരിച്ചേക്കണെന്നാ? മറ്റുള്ള മതസ്ഥരൊക്കെ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു 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 സൂഫി വര്യനാണ്, ഒരു ഔലിയ, ഒരു സെയിന്റ്, വിശുദ്ധൻ. അവരൊക്കെ പലരും വിരക്തി കൂടി ജീവിതം ജീവിച്ചിട്ടുണ്ട്. ആ ചിലർക്ക് അത് ഇഷ്ടമായിരുന്നു, ആഡംബരങ്ങൾ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ആഡംബരത്തോടു കൂടി ജീവിച്ച ഒരുപാട് പേരുണ്ട് ഇതിനെ അറിഞ്ഞതിന് ശേഷം. എല്ലാ മതങ്ങളിലും നിങ്ങൾക്ക് ഭൗതികമായ ജീവിതം ജീവിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായ ആ സ്പിരിച്വാലിറ്റിയും നിങ്ങൾക്ക് നേടാൻ പറ്റും. പക്ഷെ സ്പിരിച്വാലിറ്റി കച്ചവടമാക്കണോടത്തല്ല നിങ്ങൾ നേടേണ്ടത്. നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ആ പ്രോസസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്, വിയറ്റ്നാം ഗോൾഡ് സിനിമ അദ്ദേഹത്തിന്റെ കഥയാണ്. ഓക്കെ, അത് വേറെ, ഇത് വേറെ. ഓക്കെ, അപ്പോ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. ഇപ്പൊ സമയത്തിലായില്ലേ? 6:56. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തീർക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളുടെ ചിന്തകളെല്ലാം ഇപ്പൊ നിങ്ങൾ കുറച്ച് നേരത്തേട്ട് മാറ്റി വെക്കുക. കംപ്ലീറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഈശ്വരന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ, അള്ളാഹുവിന് മുമ്പിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് സറണ്ടർ ആകാൻ പോവുകയാണ്. കംപ്ലീറ്റ്ലി സറണ്ടർ, കംപ്ലീറ്റ്ലി അടിയറവ് പറയുകയാണ്. നിങ്ങളുടെ ഈഗോ, ഞാനെന്ന ഭാവം, അഹംഭാവം, നിങ്ങളുടെ ബാക്കി എല്ലാ ചിന്തകളും, എല്ലാ വിഷമങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ പോവുകയാണ്, ഒന്ന് സമർപ്പിക്കുകയാണ്. ആ സമയം നിങ്ങൾ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട. എന്ത് ചിന്തകളും മനസ്സിലൂടെ വന്നോട്ടെ, ഒന്നും നിങ്ങൾ അതിങ്ങനെ വരും പോവും, അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യണ്ട, ഒന്നും പ്രതീക്ഷിക്കണ്ട. 10 മിനിറ്റ് നേരത്തേട്ട് നിങ്ങൾ ഒന്നിരിക്കുക.